എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഐറ്റം ഉണ്ടാകും, അതായത് വെള്ളപ്പണിയാരം എന്നു പേരുള്ളൊരു പലഹാരം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് വേണ്ട എന്തൊക്കെയാണെന്ന് പറയാം. ഞാൻ 2 തേങ്ങയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ 4 സ്പൂൺ പഞ്ചസാര ഇട്ട് കലക്കി വെച്ചേക്കണം. ഒരു 4-5 മണിക്കൂറായിട്ടോ കലക്കി വെച്ചിട്ട്. പിന്നെ 2 ഗ്ലാസ് പച്ചരി, ഒരു 6 മണിക്കൂർ കുതിർത്തി വെള്ളത്തിലിട്ട് വെച്ച പച്ചരിയാണിത്. പിന്നെ കുറച്ച് വെള്ളവൽ എടുത്തിട്ടുണ്ട്, അരമുറി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ തേങ്ങ വെള്ളം പഞ്ചസാരയിട്ട് കലക്കി വെച്ചേക്കണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ഇടുന്നതിന് പകരമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ കെമിക്കലുകളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ പച്ചരി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടാം കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് പച്ചരി ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ അധികം എടുക്കണമെങ്കിൽ 1-2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്താൽ മതി. നിങ്ങളുടെ ജാറിൻ്റെ വലുപ്പം അനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ പച്ചരി ഇട്ട് അതിലേക്ക് നമ്മൾ ചിരകി വെച്ചേക്കണ തേങ്ങ ഇടണം. പിന്നെ കുറച്ച് അവലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളവലായാലും വേറെ ബ്രൗൺ കളർ അവലായാലും യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ ഏത് അവൽ വേണമെങ്കിലും ഇട്ടോ, യാതൊരു പ്രശ്നമില്ല കേട്ടോ. ഇത് നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നുള്ളൂ. അപ്പോൾ തേങ്ങയും ഇട്ട് അവലും ഇട്ട് പിന്നെ നമ്മുടെ തേങ്ങ വെള്ളം നമ്മൾ പഞ്ചസാര ഇട്ട് കലക്കി വെച്ചേക്കുന്ന തേങ്ങ വെള്ളം ഉണ്ടല്ലോ, അത് മുഴുവൻ ഒഴിക്കരുത്. കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത് വരുമ്പോൾ ഒരു 5-8 മണിക്കൂർ നമ്മൾ വെക്കണമല്ലോ. ഇന്നിപ്പോൾ വൈകിട്ട് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ രാവിലത്തേക്ക് നമുക്കിത് പൊങ്ങി കിട്ടുള്ളൂ. അപ്പോൾ രാവിലെ എടുക്കുമ്പോഴത്തേക്കും സാധനം, അതായത് ഈ മാവ് കട്ട പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യത്തിന് മാത്രം ഉപ്പിടാൻ പാടുള്ളൂ, ഉപ്പ് അധികമാകരുത് കേട്ടോ. പിന്നെ ഈ പലഹാരം മധുരത്തോടു കൂടിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ആ തേങ്ങ വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര കൂട്ടിയിട്ടാലും അതല്ലെങ്കിൽ ഉപ്പിടുമ്പോൾ തന്നെ കുറച്ച് പഞ്ചസാര കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേറെ കറികളൊന്നും കൂട്ടാതെ തന്നെ ഇത് കഴിക്കാൻ പറ്റും. അതല്ല എങ്കിൽ ഇത് ചിക്കൻ കറിയുടെ കൂടെയോ അതല്ല ബീഫ് കറിയുടെ കൂടെയോ നിങ്ങൾക്ക് ഇത് യഥേഷ്ടം കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ അടുത്ത പരിപാടി തുടങ്ങുന്നത്. നമ്മൾ ചെയ്ത് ശരിയാക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, ആ മാവ് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയുടെ ഈ കുഴിയിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. കുറച്ചെന്ന് വെച്ചാൽ 1/4 ഭാഗം മതി കേട്ടോ. നിറച്ചൊഴിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് പൊങ്ങി വരുമ്പോൾ ആകെ ബോറായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് 1/4 ഭാഗം ഒഴിക്കുന്നത്. അപ്പോൾ 1/4 ഭാഗം ഒഴിച്ചിട്ട് നമ്മളൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കത്തിച്ചാൽ മതി. അപ്പോൾ 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെക്കാം. ഈ വെള്ളപ്പണിയാരം ഇപ്പം നമ്മുടെ നാട്ടിൽ അധികം ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. പണ്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം വെള്ളപ്പണിയാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ വെള്ളപ്പണിയാരം എന്നുള്ള പേരിൽ തന്നെ ഇതുപോലെ അല്ലാതെ വേറെ രീതിയിൽ തമിഴ്നാട്ടിലൊക്കെ പലഹാരം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. വെള്ളപ്പണിയാരം എന്നുള്ള പേര് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കില്ല, അതേ മോഡലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്നിട്ട് ഒന്ന് മറിച്ചിടണം. മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സൈഡും വെന്ത് കിട്ടും. അല്ലെങ്കിൽ 2 മിനിറ്റിൽ കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കറുത്ത് പോകട്ടോ. ഈ സാധനം ശരിക്കും ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പൊക്കെ തന്നെയാണ്, പക്ഷെ നല്ല സ്മൂത്തായിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ ഞെക്കിയൊക്കെ നോക്കി കഴിഞ്ഞാലുണ്ടല്ലോ നല്ല സ്മൂത്തായിരിക്കും. നമ്മളിപ്പോൾ 4 സ്പൂൺ പഞ്ചസാര മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓവർ മധുരമൊന്നും ആവില്ല. അത് നമ്മൾ ഇത് പുളിച്ച് പൊങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇട്ടേക്കണമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറിയൂടെ ഉണ്ടാക്കുന്നുണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ടാൽ ശരിക്കും നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ അതേ ഷേപ്പ് തന്നെയുണ്ട് സംഭവം കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് രാവിലെ കഴിക്കുന്നതിനോ അതല്ലെങ്കിൽ വൈകിട്ട് കഴിക്കുന്നതിനോ എങ്ങനെയായാലും ഉണ്ടാക്കാം. പെട്ടെന്ന് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ മാവ് ഇതുപോലെയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ പിറ്റേ ഇങ്ങനെ വൈകിട്ടൊക്കെ ചെയ്യാനാണെങ്കിൽ യാതൊരു കുഴപ്പമില്ലാതെ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു തേങ്ങയുടെ ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ ചിരവി വെച്ച് എടുത്തിട്ടുണ്ട്, ഒരു 2-3 ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3-4 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. പിന്നെ ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഇടാം. ഞാൻ ഉപ്പ് കുറച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മിക്സിയിൽ കുറച്ച് നേരം ഒന്ന് അടിച്ചെടുക്കാം, നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക്. പിന്നെ വീഡിയോ അധികം ലെങ്തി ആകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഓടിച്ചോടിച്ച് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ജാറ് വെച്ച് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ്. കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകും വേപ്പിലേക്ക് ഇട്ടിട്ട് അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതിലിവിടെ ഒന്ന് മറിച്ചിടാനുള്ള സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിഞ്ഞിട്ടുണ്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഇതൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അധികം വീഡിയോ ലെങ്തി ആവണ്ടല്ല എന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് ഓടിച്ച് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കടുകിട്ട് പിന്നെ 2 ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. അത് പൊളിച്ചിങ്ങനെ വട്ടം കീറിയിട്ടേക്കാണ്. പിന്നെ വേപ്പില കുറച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വേപ്പില ഉണ്ടോ അത് ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടി ഇട്ട് നമ്മൾ ചമ്മന്തി ശരിയാക്കി നമ്മുടെ വെള്ളപ്പണിയാരവും റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളപ്പണിയാരം നമ്മൾ വാഴല വാട്ടിയിട്ട് അതിൽ വെച്ചേക്കണം കേട്ടോ. വാഴല വാട്ടിയതിന് ശേഷമാണ് നമ്മൾ കഴുകി എടുത്തേക്കണം. അല്ലെങ്കിൽ വാഴല കീറിപ്പോരെന്ന് വെച്ചിട്ട് ആ വാഴലയിൽ ഇങ്ങനെ വെച്ചത് നല്ല സ്മൂത്താണ് കേട്ടോ സാധനം കേട്ടോ. നല്ല സ്മൂത്താണ്. കൈ വെച്ച് ഞെക്കിയിട്ടൊക്കെ എന്ത് രസമാണെന്ന് അറിയുമോ. നല്ല സ്മൂത്തായിട്ടിരിപ്പുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമായിരിക്കും. നിങ്ങൾ കൊടുത്തു നോക്ക്. കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കണം കേട്ടോ. നല്ല രസമുള്ള സാധനമാണിത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ചമ്മന്തി കൂട്ടിയാണ് ഞങ്ങൾ കഴിക്കുന്നത്. അവിടെ ചമ്മന്തി നോക്കി ആവി പറക്കണം കേട്ടോ. ചമ്മന്തി ഇതുപോലെ തന്നെ വാഴയിലൊക്കെ വെച്ചേക്കാണ് ആവി പറക്കലാണ്. അപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തിട്ട് ഈ ചമ്മന്തിയിൽ പതിയെ മുക്കി ഇങ്ങനെ ഇവിടെ കഴിക്കാം. എന്താ രസം എന്നറിയാം കണ്ടാ. അതാണ് ഇതിൻ്റെ ഉള്ളു ഭാഗം കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ